ആണ്. അപ്പോൾ സൗണ്ട് എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബൽ ആണ്. അപ്പോൾ ഡെസിബൽ എന്ന് പറയുന്നത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഗ്രഹാം ബെൽ ഡെസിബൽ എന്ന് പറയുന്ന നാമകരണം ചെയ്തത്. അപ്പോൾ ശബ്ദത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബലാണ്. നമുക്ക് ശ്രവണബോധം ഉളവാക്കുന്ന ശബ്ദമാണ് ഊർജ്ജരൂപം, നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം എന്ന് പറയുന്നത്. ശബ്ദം എന്ന് പറയുന്നത് ഒരു എനർജി സോഴ്സാണ്, സൗണ്ട് എനർജി എന്ന് പറയാം. അത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു എനർജി റിസോഴ്സാണ് എന്തെന്ന് പറയുന്നത്, സൗണ്ട് എനർജി എന്ന് പറയുന്നത്, ശബ്ദം എന്ന് പറയുന്നത്. ശബ്ദം അനുഭവപ്പെടാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെന്ന് പറയുന്നത് ഒന്നാമത്തേത് ഒരു ശബ്ദ സ്രോതസ്സ് വേണം. അവിടുന്ന് ഒരു മാധ്യമത്തിലൂടെ മാത്രമേ ശബ്ദം സഞ്ചരിക്കുകയുള്ളൂ. എന്നിട്ട് അതൊരു കേൾവി, ഒരു ശ്രവണ ഇന്ദ്രിയത്തിലൂടെ, അതായത് കേൾവിക്കാരന് ഒരു ഇന്ദ്രിയം ഉണ്ടെങ്കിൽ മാത്രമേ ആ പറയുന്ന ശബ്ദം കേൾക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒരുപാട് ശബ്ദ സ്രോതസ്സുകളുണ്ട്, സോഴ്സ് ഓഫ് സൗണ്ട്സ് ഉണ്ട്. ഇപ്പം വസ്തുവിൻ്റെ കമ്പനം മൂലമാണ് ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഏതൊരു വസ്തുവാണെങ്കിലും വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ കമ്പനം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ശബ്ദം പുറപ്പെടുവിക്കുന്നത്. ശബ്ദം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി നിർമ്മിക്കുന്ന ഒരുപാട് ഉപകരണങ്ങളുണ്ട്. അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരുപാട് ശബ്ദ സ്രോതസ്സുകളുണ്ട്. ഇപ്പോൾ ചെണ്ടയാണെങ്കിലും വയലിനാണെങ്കിലും ഓടക്കുഴലാണെങ്കിലും ഒക്കെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഉപകരണമാണ്. ഈ ഉപകരണങ്ങൾ ശബ്ദത്തെ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണങ്ങളാണെന്ന് പറയാൻ പറ്റും. അതേസമയം പ്രകൃതിയാൽ തന്നെയുള്ള ഉപകരണങ്ങളുണ്ട്. അതായത് ഈ പറയുന്ന വോക്കൽ കോഡ്, നമ്മൾ സൗണ്ട് ഉണ്ടാകുന്ന വോക്കൽ കോഡ് മനുഷ്യൻ്റെ, പിന്നെ ഇടിമുഴക്കം, വെള്ളച്ചാട്ടം, ഇതൊക്കെ സ്വമേധയാ ഉണ്ടാകുന്ന സൗണ്ടുകളാണ്. ഇനി അതല്ലാതെ നാച്ചുറൽ അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് മനുഷ്യനിർമ്മിതമായിട്ട് മാൻമെയ്ഡായിട്ട് വരുന്നതാണ് ചെണ്ടയിലും വയലിനും ഓടക്കുഴലിലും ഒക്കെ ഉണ്ടാകുന്ന ശബ്ദം. ശബ്ദത്തിൻ്റെ ആവൃത്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം, അതായത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആവൃത്തി കൂടുന്നതിനനുസരിച്ച് ഈ പറയുന്ന ശബ്ദവും കൂടി വരികയാണ്, ശബ്ദത്തിൻ്റെ തീവ്രതയും കൂടി വരികയാണ് ചെയ്യുന്നത്. ഇപ്പം ഒരു സിമ്പിൾ പെൻഡുലം ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണം നമുക്ക് എന്തായിട്ട് പറയാം, ആവൃത്തി അഥവാ ഫ്രീക്വൻസി ആയിട്ട് പറയാം. ആവൃത്തിയുടെ യൂണിറ്റ് നമ്മൾ പറയുന്നത് ഹെഡ്സിലാണ്. പെൻഡുലത്തിൻ്റെ നീളം കൂടുന്നതിന് ഇപ്പം ആവൃത്തിയും പെൻഡുലവും തമ്മിലുള്ള ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം T is equal to 2.L/g ആണ് ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫോർ എ സിമ്പിൾ പെൻഡുലം. ഇനി അറ്റ് ദി സെയിം ടൈം ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t ആണ്. ഫ്രീക്വൻസി 1/t ആകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് 1/2.g/L ആണ് ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതായത് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ നീളം അഥവാ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി അഥവാ ആവൃത്തി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിലെ ശബ്ദം കേൾക്കാൻ കഴിയാത്തതിന് കാരണം എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ആവൃത്തി വളരെ കുറവായതുകൊണ്ടാണ് നമുക്ക് സിമ്പിൾ പെൻഡുലത്തിൽ ശബ്ദം കേൾക്കാൻ കഴിയാത്തത്. കാരണം സിമ്പിൾ പെൻഡുലം ഇറ്റ്സ് ലൈക്ക് എ വൈബ്രേഷൻ, ഒരു വൈബ്രേഷനാണ്. ആവൃത്തി കുറഞ്ഞ വൈബ്രേഷൻസ് ആണ് സിമ്പിൾ പെൻഡുലം കാഴ്ചവെക്കുന്നത്. അപ്പം ആവൃത്തി കുറഞ്ഞ വൈബ്രേഷൻ ആയതുകൊണ്ട് തന്നെ അതൊരു വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് മാറിയിട്ടില്ല, അതൊരു ദോലനമാണെന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ആക്ച്വലി ആവൃത്തി കൂടിയ ചലനങ്ങളെയാണ് വൈബ്രേഷൻസുകൾ, ആവൃത്തി കൂടിയ ദോലനങ്ങളാണ് വൈബ്രേഷൻസുകളായിട്ട് പറയുന്നത്. പക്ഷേ അങ്ങനെ വൈബ്രേഷൻസുകൾ ഉണ്ടാകുന്ന സമയത്ത് മിക്കവാറുമുള്ള വൈബ്രേഷൻസ് സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആവൃത്തി കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിൻ്റെ തീവ്രത കൂടുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കേൾക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി സ്വാഭാവിക ആവൃത്തി എന്ന് വെച്ചാൽ ഒരു വസ്തുക്കളുടെ ശബ്ദങ്ങൾ തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കാൻ കാരണം സ്വാഭാവിക ആവൃത്തിയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. അതായത് ഒരു വസ്തുവിനെ സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യാണ്, നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഭാഗ്യമായിട്ടുള്ള ഒരു പ്രേരണയൊന്നും കൂടാതെ ഒരു വസ്തുവിനെ സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യാൻ, അതായത് നാച്ചുറലി കമ്പനം ചെയ്യാൻ നമ്മൾ വിടുകയാണെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക ആവൃത്തിയിൽ അപ്പോൾ അങ്ങനെ കമ്പനം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ശബ്ദം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കമ്പനത്തെയാണ് നാച്ചുറൽ ആവൃത്തി. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന നാച്ചുറലി കമ്പനം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന ഫ്രീക്വൻസി അഥവാ അവിടെ ഉണ്ടാകുന്ന ആവൃത്തിയാണ് നാച്ചുറൽ ആവൃത്തി അഥവാ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ പറയുന്ന വസ്തുക്കൾക്ക് ശബ്ദങ്ങൾ തമ്മിൽ ഓരോ വസ്തുവിൻ്റെ ശബ്ദവും വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഒരു ചെണ്ട ഉള്ള ശബ്ദമായിരിക്കത്തില്ല ഒരു ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം, അതായിരിക്കത്തില്ല വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം. അതിനൊക്കെ കാരണം ഇവയുടെ നാച്ചുറൽ ആവൃത്തിയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ഓരോ വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഓരോ തരത്തിലുള്ള നാച്ചുറൽ ആവൃത്തി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി സ്വനപേടകമാണെങ്കിൽ അവിടെ കമ്പനം ചെയ്യപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് സ്വനതന്തുവാണ്. അപ്പം തൊണ്ട, ചുണ്ട് തുടങ്ങിയ ഭാഗങ്ങൾ അനുകമ്പമായിട്ട് കമ്പനം ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് സൗണ്ട് ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓടക്കുഴലെടുത്താൽ ഓടക്കുഴലിലുള്ള വായുവ്യൂഹമാണ് അവിടെ എന്ത് ചെയ്യപ്പെടുന്നത്, ആ കമ്പനം ചെയ്ത ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വായുവ്യൂഹമാണ്. അപ്പോൾ വായുവ്യൂഹം ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ അവിടെ ആ ഓടക്കുഴലിലും അതിനോടനുബന്ധമായിട്ടുള്ള വായുവും കമ്പനം ചെയ്യുകയും അത് അനുബന്ധമായി കമ്പനം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സൗണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെണ്ടയിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് തുകൽ ഡയഗ്രമാണ്. അപ്പോൾ തുകൽ ഡയഫ്രം കമ്പനം ചെയ്യുമ്പോൾ അതിനോട് കൂടെ ചേർന്നിരിക്കുന്ന മരം കൊണ്ടുണ്ടാക്കിയ ചട്ടക്കൂടും ചരടുകളും ഒക്കെ കമ്പനം ചെയ്യുകയും സൗണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. വയലിനിൽ കമ്പികളാണ്, നമ്മൾ കമ്പിയിൽ തട്ടുമ്പോഴത്തേക്കാണ് ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ കമ്പിയാണ് ഇവിടെ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ കമ്പിയും അതിനോടനുബന്ധപ്പെട്ട ചട്ടക്കൂടുകളും വായുവ്യൂഹവും എല്ലാം ആ കമ്പനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പങ്കുചേരുകയും അതിനനുസരിച്ച് നമുക്ക് ശബ്ദം എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തു വരികയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു വസ്തുവിൻ്റെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സ്വാഭാവിക ആവൃത്തി എന്താണെന്ന് പറയുന്നത്. സ്വാഭാവിക ആവൃത്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തു വേറൊരു എക്സ്റ്റേണൽ എഫക്റ്റിൻ്റെയും ഫലമില്ലാതെ നാച്ചുറലി സ്വാഭാവികമായിട്ട് കമ്പനം ചെയ്യുമ്പോഴുള്ള ഫ്രീക്വൻസിയാണ് നാച്ചുറൽ ഫ്രീക്വൻസി അഥവാ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തു സ്വാഭാവിക ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്ന സമയത്ത് സ്വാഭാവിക ആവൃത്തിയിൽ കമ്പനം ചെയ്യുമ്പോൾ ആ കമ്പനത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഒന്നാമത്തത് പദാർത്ഥത്തിൻ്റെ സ്വഭാവം. അതായത് നമ്മൾ പറഞ്ഞു വ്യത്യസ്ത വസ്തുക്കൾ വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് അത് വ്യത്യസ്ത രീതിയിലാണ് കമ്പനം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒന്നാമത്തത് പദാർത്ഥത്തിൻ്റെ സ്വഭാവം. ഇനി ഒരേപോലെ പദാർത്ഥമാണെങ്കിലും
ആ പദാർത്ഥത്തിൻ്റെ നീളം, അതുപോലെ പ്രതല പരപ്പളവ് അഥവാ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതുപോലെ തന്നെ അതിലുള്ള വായുബലം, അതുപോലെ ഛേദതല വിസ്തീർണം അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ, ഇതെല്ലാം അതിലെ നാച്ചുറൽ ഫ്രീക്വൻസി അതായത് സ്വാഭാവിക ആവൃത്തിയെ മാറാനുള്ള ഫാക്ടേഴ്സുകളാണ്, അല്ലെങ്കിൽ സ്വാഭാവിക ആവൃത്തിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതിനെ അടുത്തത് ഇപ്പോൾ കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ അവ ശബ്ദമുണ്ടാക്കാൻ കാരണം എന്ന് പറയുന്നത് അവയുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നത്. ഇപ്പം കൊതുകിൻ്റെ ചിറകുകൾ കമ്പനം ചെയ്യുന്ന ആവൃത്തി എന്ന് പറഞ്ഞാൽ ഏകദേശം 500 ഹെർട്സ് ആവൃത്തിയിലാണ് അവ കമ്പനം ചെയ്യുന്നത്. തേനീച്ചയുടെ ചിറകിൻ്റെ കമ്പനം എന്ന് പറയുന്നത് ഏകദേശം 300 ഹെർട്സ് ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നത്. അപ്പോൾ അത് കമ്പനം ചെയ്യുന്നത് കൊണ്ടാണ് അവ പറക്കുന്ന സമയത്ത് ഒരു മൂളൽ ശബ്ദം നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ചിറകിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഉരസുമ്പോൾ വളരെ ഉയർന്ന ആവൃത്തിയിൽ എന്ത് ചെയ്യുന്നു, ശബ്ദമുണ്ടാകുന്ന ജീവിയാണ് ചീവീട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവയുടെ ചിറകുകൾ ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഒരു കൊതുക് ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് അതിവിടെ ശബ്ദമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ അതേസമയം ആ ചിറക് ഉപയോഗിച്ച് പറക്കുന്ന സമയത്ത് ചിറകുകൾ തമ്മിൽ ഉരസുന്ന സമയത്താണ് അവിടെ കമ്പനം ഉണ്ടാവുകയും ആ കമ്പനത്തിൻ്റെ ഫലമായിട്ടാണ് സൗണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഉയർന്ന ആവൃത്തിയിൽ കമ്പനം ചെയ്യുകയാണെങ്കിൽ അത് ഉയർന്ന നല്ല തീവ്രതയുള്ള ശബ്ദം പുറത്തേക്ക് വിടുന്നു. അതുകൊണ്ടാണ് ചീവീടിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് താരതമ്യേന ഫ്രീക്വൻസി അഥവാ ആവൃത്തി കൂടുതലായതുകൊണ്ട് നമുക്ക് ഒരുപാട് വലിയ രീതിയിലുള്ള ശബ്ദം നമ്മൾ കേൾക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. സൈലന്റ് വാലി അതായത് നിശബ്ദ താഴ്വരയ്ക്ക് ആ പേര് വരാൻ കാരണം അവിടെ എന്തില്ല, ചീവീടുകൾ കാണപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അത് സൈലന്റ് വാലി അതായത് നിശബ്ദ താഴ്വര എന്ന് അറിയപ്പെടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു സിമ്പിൾ പെൻഡുലം 10 സെക്കൻഡ് കൊണ്ട് 10 പ്രാവശ്യം ദോലനം ചെയ്യുന്നുവെങ്കിൽ പെൻഡുലത്തിന്റെ ആവൃത്തി എത്രയാണ്? അപ്പോൾ 10 സെക്കൻഡ് കൊണ്ട് ദോലനം ചെയ്യുകയാണ്. അപ്പം ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഇൻ 1 സെക്കൻഡ് ആണ് ഫ്രീക്വൻസി അഥവാ ആവൃത്തി. അപ്പോൾ നമുക്ക് 10 സിമ്പിൾ പെൻഡുലം 10 സെക്കൻഡ് കൊണ്ട് 10 പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 10/10 അതായത് ദോലനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ അത് കമ്പനം ചെയ്യാൻ എടുക്കുന്ന സമയം. അപ്പോൾ 10/10 എന്ന് പറഞ്ഞാൽ 1 ഹെർട്സ് ആണ് അവിടെയുള്ള എന്തെന്ന് പറയുന്നത്, ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എന്താണ് പിച്ച് എന്ന് പറയും? പിച്ച് എന്ന് വെച്ചാൽ ശബ്ദത്തിൻ്റെ ഒരു കൂർമ്മതയെ പറയുന്ന പേരാണ് പിച്ച് അഥവാ സ്ഥായി എന്ന് പറയുന്നത്. അതായത് സ്ഥായി ശബ്ദത്തിൻ്റെ ആവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ആവൃത്തിയെ ആശ്രയിച്ചാണ് ഈ പറയുന്ന പിച്ച് അഥവാ സ്ഥായി, അതായത് ഒരു കൂർമ്മതയാണ്. 2 തരത്തിലുള്ള പിച്ചുണ്ട്, ഒരു ഹൈ പിച്ചും ഉണ്ട്, ലോ പിച്ചും ഉണ്ട്. അതായത് ഉച്ചസ്ഥായിയുണ്ട്, നീചസ്ഥായിയുണ്ട്. ഉയർന്ന ആവൃത്തി ആകുമ്പോഴത്തേക്ക് ഉയർന്ന ആവൃത്തിയിൽ ഉള്ള കൂർമ്മതയാണ് ഉച്ചസ്ഥായി അഥവാ ഹൈ പിച്ച് എന്ന് പറയുന്നത്. താഴ്ന്ന ആവൃത്തിയാണുള്ളതെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്, നീചസ്ഥായി അഥവാ ലോ പിച്ച് എന്ന് പറയാം. അപ്പോൾ ഉയർന്ന പിച്ച് വരികയാണെങ്കിൽ 1 സെക്കൻഡ് ഉണ്ടാകുന്ന നമ്പർ ഓഫ് വൈബ്രേഷൻസ് കൂടുതലായിരിക്കും. അതേസമയം നമ്പർ ഓഫ് വൈബ്രേഷൻസ് കുറവാണെങ്കിൽ അത് നീചസ്ഥായിയാണ്. അതായത് സ്വാഭാവികമായിട്ട് നമ്പർ ഓഫ് വൈബ്രേഷൻസ് കൂടുമ്പോഴല്ലേ ആവൃത്തി കൂടുന്നത്. അപ്പോൾ അതാണ് ഉച്ചസ്ഥായി ശബ്ദം ഒരു യൂണിറ്റ് സമയം കൊണ്ട് ഒരു പ്രത്യേക ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന കംപ്രഷൻ്റെയും റെയിൻഫ്രാക്ഷൻ്റെയും എണ്ണത്തെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ കുയിൽ ശബ്ദവും സിംഹത്തിൻ്റെ അലറലും താരതമ്യം ചെയ്താൽ സ്ഥായി കൂടിയ ശബ്ദം ഏതാണ്? സ്ഥായി കൂടിയത് കുയിലിൻ്റെ ശബ്ദമാണ്. അതായത് കുയിലിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഭയങ്കര പിച്ചിലാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് അത് ഉച്ചസ്ഥായി സൗണ്ടാണ്, അതായത് ആവൃത്തി കൂടിയതാണ്. അതേസമയം സ്ഥായി കുറഞ്ഞ സൗണ്ടാണ് സിംഹത്തിൻ്റെ കേസിൽ വരുന്നത്. ഇനി പുരുഷന്റെ ശബ്ദവും സ്ത്രീ ശബ്ദവും താരതമ്യം ചെയ്താൽ ഏറ്റവും കൂർമ്മത കൂടിയ അല്ലെങ്കിൽ സ്ഥായി കൂടിയ അല്ലെങ്കിൽ ഉച്ചസ്ഥായി സൗണ്ട് എന്ന് പറയുന്നത് സ്ത്രീകളുടെ സൗണ്ടാണ്. സ്ഥായി കൂടിയ ഉച്ചസ്ഥായി സൗണ്ട് എന്ന് പറയുന്ന സ്ത്രീ ശബ്ദവും സ്ഥായി കുറഞ്ഞ ശബ്ദം അതായത് നീചസ്ഥായി ശബ്ദമായിട്ട് വരുന്നത് പുരുഷ ശബ്ദമാണ്. ഇനി അതിലൊന്ന് നോക്കാം. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദം വ്യത്യസ്തമാകാനുള്ള കാരണം വോക്കൽ കോഡുകളിലുള്ള നീളത്തിന്റെ വ്യത്യാസമാണ്. പുരുഷന്മാരിലെ വോക്കൽ കോഡുകൾക്കുള്ള ഏകദേശ നീളം 20 മില്ലിമീറ്ററും സ്ത്രീകളിലെ വോക്കൽ കോഡുകൾക്കുള്ള ഏകദേശ നീളം 15 മില്ലിമീറ്ററുമാണ്. കുട്ടികൾക്കുള്ള വോക്കൽ കോഡിന്റെ നീളം വളരെ കുറവാണ്. പ്രായപൂർത്തിയാകുന്നതോടെ പുരുഷന്മാരുടെ സ്വനതന്തുവിന്റെ നീളം വർദ്ധിക്കുന്നു. എന്നാൽ സ്ത്രീകളുടെ സ്വനതന്തുവിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അതാണ് 15 സെന്റിമീറ്റർ ആയിട്ട് ഇരിക്കുന്നത്. സ്വനതന്തുവിന് നീളം കൂടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ ആവൃത്തി കുറയുകയാണ്. അപ്പോൾ നീളം കൂടുന്നതിനനുസരിച്ച് ആവൃത്തി എന്ത് ചെയ്യുകയാണ്, കുറയുകയാണ്. അപ്പോൾ ഏറ്റവും നീളം കൂടുതൽ എന്ന് പറയുന്നത് പുരുഷന്റെ കേസിലായതുകൊണ്ട് അവരുടെ ആവൃത്തി കുറവായിരിക്കും. അതേസമയം സ്ത്രീകൾക്ക് നീളം കുറവായതുകൊണ്ട് ആവൃത്തി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇനി ഉച്ചത അഥവാ ലൗഡ്നെസ് എന്ന് പറയുന്ന പോർഷനാണ്. അതായത് ശബ്ദം ഒരാളിലുണ്ടാകുന്ന കേൾവിയുടെ അളവാണ് ഉച്ചതയായിട്ട് പറയുന്നത്. ഒരാൾ ഒരു ശബ്ദം കേൾക്കുന്നത് എത്രമാത്രം അളവിലാണ് ആ കേൾവി അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് ഉച്ചതയായിട്ട് പറയുന്നത്. അപ്പോൾ ഉച്ചത പ്രധാനമായിട്ടും ആശ്രയിച്ചിരിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ സ്രോതസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പനത്തിന്റെ ആയതിയെയും നമ്മൾ ചെവിക്ക് ഒരു സാധനം ഗ്രഹിക്കാൻ എടുക്കുന്ന കഴിവിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ ഉച്ചതയുടെ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ലൗഡ്നെസിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ എന്ന് പറയുന്നത്. കമ്പന ആയത് കൂടുന്നതിനനുസരിച്ച് ഉച്ചതയും എന്ത് ചെയ്യുന്നു, കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ആയത് കൂടുന്നതിലാണെങ്കിൽ അതിൻ്റെ ഉച്ചതയും എന്താണ്, കൂടുന്നതാണ്. കമ്പന ആയത് കൂടുമ്പോൾ ഉച്ചത കൂടുന്നു, കമ്പന ആയത് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഉച്ചതയും കുറയുകയാണ് ചെയ്യുന്നത്. ശബ്ദത്തിന്റെ ഉച്ചത എന്നത് കമ്പന ആയതിയുടെ വർഗ്ഗത്തിന് നേരനുപാതത്തിലായിരിക്കും. അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, നേരനുപാതത്തിലാണ്. ആയത് ഇരട്ടിക്കുമ്പോൾ ഉച്ചത എന്ന് പറയുന്നത് എത്രയാവും, 4 ഇരട്ടിയാവും. ആയത് ഇരട്ടിക്കുന്ന സമയത്ത് A² ആണ്. ആയത് ഇരട്ടിക്കുന്ന സമയത്ത് ആ പറയുന്ന ഉച്ചത എന്ന് പറയുന്നതും 4 ഇരട്ടിയായിട്ട് മാറുന്നു. ഉച്ചത അളക്കുന്ന യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡെസിമൽ മീറ്റർ ആണ്. ഉച്ചത അളക്കുന്ന ഉപകരണം. ഒറ്റ ആവൃത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്നതാണ് ടോൺ എന്ന് പറയുന്നത്. ഒരൊറ്റ ടോൺ എന്നേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ആവൃത്തിയുള്ള ശബ്ദത്തിന് പറയുന്ന പേരാണ് ടോൺ. വ്യത്യസ്ത ആവൃത്തിയുള്ള ശബ്ദത്തിന് പറയുന്ന അവ തമ്മിൽ സംയോജിക്കുമ്പോൾ പറയുന്ന പേരാണ് നോട്ട് എന്ന് പറയുന്നത്. ടോൺ എന്ന് പറഞ്ഞാൽ ഒറ്റ ആവൃത്തിയിലുള്ള ശബ്ദത്തെ അറിയപ്പെടുന്നത് ടോൺ എന്നും, വ്യത്യസ്ത ആവൃത്തിയിലുള്ള സംയോജന ശബ്ദം അല്ലെങ്കിൽ വ്യത്യസ്ത ആവൃത്തിയിൽ ശബ്ദങ്ങൾ സംയോജിച്ചിരിക്കുന്ന ആ ഒരു ഇതിന് പറയുന്ന പേരാണ് നോട്ടുകൾ എന്ന് പറയുന്നത്. നോട്ടുകൾ. ഇനി ഗുണം അഥവാ ക്വാളിറ്റിയാണ്. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരേ സ്ഥായിയും അല്ലെങ്കിൽ ഒരേ സ്ഥായി എന്ന് പറയുമ്പോൾ ഒരേ പിച്ചും ഒരേ ഉച്ചതയും അതായത് ഒരേ ലൗഡ്നെസ്സുമുള്ള
ശബ്ദം പുറപ്പെടുവിക്കുന്ന വിവിധ സ്രോതസ്സുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം ഒരാൾക്ക് ഒരേ പിച്ചാണ് അല്ലെങ്കിൽ ഒരേ സ്ഥായിയാണ്, അതുപോലെ തന്നെ ഒരേ ലൗഡ്നെസ് അഥവാ ഒരേ ഉച്ചതയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ശബ്ദങ്ങളുണ്ടെങ്കിൽ ഈ രണ്ട് ശബ്ദത്തെയും നമുക്ക് പരസ്പരം തിരിച്ചറിയണം. ഈ രണ്ട് ശബ്ദ സ്രോതസ്സുകളെയും നമുക്ക് പരസ്പരം വെവ്വേറെയായിട്ട് എന്ത് ചെയ്യണം, തിരിച്ചറിയണം. അപ്പോൾ അത്തരത്തിൽ വെവ്വേറെ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കഴിവ്, അതിനെയാണ് നമ്മൾ ഈ പറയുന്ന ആ ഒരു കഴിവിനെയാണ് നമ്മൾ ഗുണം അഥവാ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി ചെവിക്ക് വേദന ഉണ്ടാകുന്ന ശബ്ദം ഈ ഡെസിബലിൽ പറയുകയാണെങ്കിൽ 120 ഡെസിബലിൽ കൂടുതലുള്ള ശബ്ദം എന്ന് പറയുന്നത് ചെവിക്ക് അരോചകമാകുന്ന ശബ്ദമാണ്. ജെറ്റ് എഞ്ചിനൊക്കെ ഒരു ശബ്ദം എന്ന് പറയുന്നത് ഒരു 100 മുതൽ 140 വരെയൊക്കെയാണ്. അതൊക്കെ നമുക്ക് ചെവിക്ക് അരോചകം ഉണ്ടാക്കുന്നതാണ്. വാഹനങ്ങളുടെ തിരക്കേറിയ റോഡിലുള്ള വാഹനത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഒരു 80 മുതൽ 90 വരെയാണ്. കാറിൻ്റെ ശബ്ദം 60 മുതൽ 80 വരെ. സാധാരണ സംസാരം എന്ന് പറയുന്നത് ഒരു 40 to 60 റേഞ്ചിലാണ്. ഇലകളുടെ മർമ്മരം എന്ന് പറഞ്ഞാൽ ഒരു 10 ഡെസിബലാണ്. പിന്നെ അതിനുശേഷം താഴോട്ടുള്ളതൊക്കെ നമുക്ക് വളരെ സൗണ്ട് കുറഞ്ഞ രീതിയിലാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കേൾക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു അലക്സാണ്ടർ ഗ്രഹാംബലാണ് ശബ്ദത്തിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ശബ്ദത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ശബ്ദത്തിൻ്റെ ഉച്ചതയുടെ യൂണിറ്റ് ഒക്കെ ഡെസിബലായിട്ട് പറഞ്ഞത് അലക്സാണ്ടർ ഗ്രഹാംബെല്ലാണ്. ഡെസിബൽ എന്ന് പറയുന്നത് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് അത്തരത്തിൽ പേര് നൽകിയത്. 1847 മാർച്ച് 3 സ്കോട്ട്ലൻഡിലെ എഡ്വിൻബർഗിൽ അദ്ദേഹം ജനിച്ചു. ആദ്യത്തെ ടെലിഫോൺ ലോകത്തിന് സമർപ്പിച്ചത് അലക്സാണ്ടർ ഗ്രഹാംബെല്ലാണ്. അലക്സാണ്ടർ ഗ്രഹാംബെൽ തൻ്റെ സുഹൃത്ത് അസിസ്റ്റന്റുമായിട്ടുള്ള വാട്സണുമായിട്ട് കേംബ്രിഡ്ജ് മുതൽ ബോസ്റ്റൺ വരെയുള്ള 1 കിലോമീറ്റർ ദൂരം കമ്പിയിലൂടെ സംസാരിച്ചുകൊണ്ട് ലോകത്തിന് ആദ്യമായിട്ട് ടെലിഫോൺ എന്ന് പറയുന്ന ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അത് അദ്ദേഹമാണ് ചെയ്തത്. അലക്സാണ്ടർ ഗ്രഹാംബെലിൻ്റെ ബഹുമാനാർത്ഥം ഉച്ചതയുടെ യൂണിറ്റ്, അതായത് ശബ്ദത്തിൻ്റെ യൂണിറ്റിന് ഡെസിബൽ എന്ന് പറയുന്ന പേര് നൽകി. ബെൽ എന്ന യൂണിറ്റിൻ്റെ ചെറിയ അളവാണ് ഡെസിബൽ എന്ന് പറയുന്നത്. ഡെസിബൽ എന്ന് പറയുന്നത് ബെൽ എന്ന യൂണിറ്റിൻ്റെ ഒരു ചെറിയ അളവാണ് ഡെസിബൽ. ഡെസിബൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താണ്, സ്മോൾ ലെറ്റർ ഡിയും ക്യാപിറ്റൽ ലെറ്റർ ബിയും ആണ് ഡെസിബലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഇനി പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് എന്ന് വെച്ചാൽ സൗണ്ടിൻ്റെ പ്രൊപ്പഗേഷൻ, സൗണ്ടിൻ്റെ സഞ്ചാരമാണ് പ്രൊപ്പഗേഷൻ, സംപ്രേഷണം എന്നൊക്കെ പറയും. അതായത് ശബ്ദത്തിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടൊരു മാധ്യമം വേണം. അപ്പോൾ മാധ്യമമില്ലാതെ ശബ്ദം, ഒരു മെക്കാനിക്കൽ വേവാണ് ശബ്ദം എന്ന് പറയുന്നത്. ശബ്ദം മാധ്യമമില്ലാതെ എന്ത് ചെയ്യത്തില്ല, സഞ്ചരിക്കത്തില്ല. അതായത് ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കുന്നത്, ബഹിരാകാശത്താണെങ്കിൽ പരസ്പരം സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, നമുക്ക് ശബ്ദം കേൾക്കത്തില്ല. കാരണം എം ടി സ്പേസിൽ എന്തില്ല, ഈ പറയുന്ന ഒരു തരത്തിലുള്ള വായുവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് നോർമൽ ആയിട്ടുള്ള വേസിൽ നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പരസ്പരം സംസാരിച്ചാൽ കേൾക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, റേഡിയോ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ. കാരണം ബഹിരാകാശത്ത് അന്തരീക്ഷമില്ല. അപ്പോൾ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ പരസ്പരം സംസാരിക്കുന്നത് എന്ത് ചെയ്യത്തില്ല, കേൾക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ബദൽ മാർഗ്ഗങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, സ്വീകരിക്കാറുണ്ട്. ഇനി ശബ്ദത്തിന് വായുവിലൂടെ മാത്രമല്ല മറ്റ് എല്ലാ ഉപകരണങ്ങളിലൂടെയും പ്രേക്ഷണം ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദത്തിന് വായുവിലൂടെ അല്ലാതെയും പോകാൻ കഴിയും. അവിടെ എന്ത് വേണമെന്നേ ഉള്ളൂ, ഒരു മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ വേണമെന്നേ ഉള്ളൂ, സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം വേണമെന്നേ ഉള്ളൂ. പക്ഷേ മീഡിയം ഇല്ലെങ്കിൽ സഞ്ചരിക്കത്തില്ല. ശൂന്യമായിട്ടുള്ള സ്പേസ് ആണെങ്കിൽ സഞ്ചരിക്കത്തില്ല. പക്ഷേ ഇത് വായുവിലൂടെ മാത്രമല്ല സഞ്ചരിക്കുന്നത്, ജലത്തിലൂടെ സഞ്ചരിക്കും, ദ്രാവകത്തിലൂടെ സഞ്ചരിക്കും, അതുപോലെ തന്നെ ഖരപദാർത്ഥങ്ങളിലൂടെയും ഒക്കെ ശബ്ദത്തിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രേക്ഷണം ചെയ്യാനായിട്ട് പറ്റും. ഇനി അതിനകത്ത് കുറച്ച് കാര്യമാണ് സംഗീതവും ഒച്ചയും എന്ന് പറയുന്ന പോർഷൻ. അതായത് മ്യൂസിക്കും അതുപോലെ തന്നെ എന്താണ്, മ്യൂസിക്കും അതുപോലെ തന്നെ നോയ്സും എന്നുള്ളൊരു ഭാഗമാണ്. മ്യൂസിക്കും നോയ്സും എന്നുള്ളൊരു ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രമമായ കമ്പനത്തോടു കൂടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഒരു ഇമ്പമുള്ളതുമായിട്ടുള്ള ശബ്ദത്തെയാണ് നമ്മൾ സംഗീതമായിട്ട് പറയുന്നത്. അതായത് ഒരു നല്ലൊരു ക്രമമായിട്ടുള്ള രീതിയിൽ ആവർത്തിച്ച് വരുന്ന രീതിയിലൊരു ക്രമത്തോടുകൂടി ആവർത്തിച്ച് വരുന്ന രീതിയിൽ, നല്ല ഭംഗിയായിട്ട് ക്രമമായിട്ടുള്ള രീതിയിൽ ആവർത്തിച്ച് വരുന്ന രീതിയിലുള്ള ശബ്ദം. അപ്പോൾ അത്തരത്തിൽ നല്ല ക്രമമായിട്ട് നല്ല ഭംഗിയോടുകൂടി ആവർത്തിച്ച് വരുന്ന ശബ്ദമാണ് ആക്ച്വലി ഈ പറയുന്ന സംഗീതം എന്നുള്ളൊരു കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അരോചകമായതും എന്നാൽ ക്രമരഹിതവുമായിട്ടുള്ള കമ്പനങ്ങളാണ് നമ്മൾ പൊതുവെ ഒച്ചയായിട്ട് പറയുന്നത്. സംഗീതത്തിൽ സ്ഥായി എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദമാണ് ശ്രുതി എന്ന് പറയുന്നത്. സംഗീതത്തിലെ സപ്തസ്വരങ്ങളുടെ ആവൃത്തി പലതിനും വ്യത്യസ്തമാണ്. ഇപ്പോൾ സാരി ഗമ പദനിസ എന്ന് പറയുമ്പോൾ ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള എന്താണ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഫ്രീക്വൻസി വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന അതിനനുസരിച്ച് സംഗീതം അവ ക്രമമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അതൊരു നല്ല സംഗീതമായിട്ട് എന്ത് ചെയ്യും, മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ അത് എന്ത് ചെയ്യണം, അവ ക്രമമായിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല സംഗീതമായിട്ട് മാറും. ഇനി ശബ്ദത്തിൻ്റെ വേഗത എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ശബ്ദത്തിൻ്റെ വേഗത എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഓരോ മാധ്യമങ്ങളിലൂടെയും ശബ്ദം എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത വേഗതയിലാണ് എന്ത് ചെയ്യുന്നത്, ഓരോ മാധ്യമങ്ങളിലൂടെയും ശബ്ദം സഞ്ചരിക്കുന്നത്. അപ്പം ശബ്ദം ഓരോ മാധ്യമങ്ങളിലൂടെയും വ്യത്യസ്തമായിട്ടുള്ള വേഗതയിലാണ് ശബ്ദം സഞ്ചരിക്കുന്നത്. അതായത് മാധ്യമത്തിൻ്റെ താപനില ശബ്ദത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാധ്യമത്തിൻ്റെ സ്വഭാവം അത് ശബ്ദത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. മാധ്യമത്തിൻ്റെ താപനില കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിൻ്റെ വേഗതയും വർദ്ധിക്കും. അതായത് താപനില കൂടുവാണെങ്കിൽ അവിടുത്തെ ശബ്ദത്തിൻ്റെ വേഗതയും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഖരമാണോ ദ്രാവകമാണോ വാതകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഖരപദാർത്ഥത്തിലാണ് ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്.
അപ്പോൾ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള പദാർത്ഥത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശബ്ദത്തിന് ഖരപദാർത്ഥത്തിലൂടെ ഏറ്റവും കൂടുതൽ വേഗത ഉണ്ടാകാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഖരപദാർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കിൾസുകൾ വളരെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പാർട്ടിക്കിൾസുകൾ വളരെ അടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ശബ്ദതരംഗത്തിന് വളരെ എളുപ്പത്തിൽ ഇതിലൂടെ സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്തടുത്താണ് ഇരിക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മാധ്യമം എന്ന് പറയുന്നത് ഖരപദാർത്ഥമായിട്ട് മാറിയത്. ഏറ്റവും കുറവെന്ന് പറയുന്നത് വാതകത്തിലാണ്, വാതകാവസ്ഥയിലുള്ളതാണ്. എന്നാൽ നേരെ തിരിച്ചാണ് പ്രകാശത്തിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത്. പ്രകാശം ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് ഈ പറയുന്ന വാതകത്തിലും ഏറ്റവും കുറവ് ഖരപദാർത്ഥത്തിലുമായിരിക്കും. 0 ഡിഗ്രിയിലുള്ള വായുവിലൂടെ ഉള്ള ശബ്ദത്തിൻ്റെ സഞ്ചാര വേഗതയാണ് 0 ഡിഗ്രിയുള്ള വായുവിലൂടെ എന്ന് വെച്ചാൽ 330 ആണ് മീറ്റർ/സെക്കൻഡ് വേഗതയിലും. പിന്നെ 25 ഡിഗ്രിയുള്ള വായുവിലൂടെ, അതായത് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് 0 ഡിഗ്രിയുള്ള വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് 330 ആണ്. എന്നാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വേഗത എന്ത് ചെയ്യാണ്, കൂടുകയാണ് ചെയ്യുന്നത്. യൂണിറ്റ് വിസ്തീർണത്തിൽ കൂടി ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന ശബ്ദോർജ്ജത്തിൻ്റെ അളവാണ് ശബ്ദത്തിൻ്റെ ഇൻറ്റൻസിറ്റി അഥവാ ശബ്ദത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത്. ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ കൂടിയ വേഗതയുള്ള സൗണ്ടുകളെയാണ് സൂപ്പർസോണിക് സൗണ്ടുകൾ എന്ന് പറയുന്നത്. ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ കൂടിയ വേഗതയുള്ള സൗണ്ടുകളെയാണ്, വേഗതയെ സൂചിപ്പിക്കുന്നതാണ് സൂപ്പർസോണിക് എന്ന് പറയുന്നത്. ശബ്ദത്തേക്കാൾ വേഗത്തിലോ ശബ്ദവേഗത്തിലോ സഞ്ചരിക്കുന്ന വസ്തുക്കൾ ആഘാത തരംഗം മൂലം, അതായത് ഷോക്ക് വേവ്സ് മൂലം ഉണ്ടാകുന്ന ശക്തിയേറിയ ഉയർന്ന ശബ്ദമാണ് സോണിക് ബൂം എന്ന് പറയുന്നത്. അതായത് ശബ്ദത്തേക്കാൾ വേഗത്തിലോ ശബ്ദവേഗത്തിലോ സഞ്ചരിക്കുന്ന വസ്തുവിൽ, അതായത് ചില വസ്തുക്കൾ ശബ്ദത്തിൻ്റെ വേഗതയിലോ അല്ലെങ്കിൽ ശബ്ദത്തേക്കാൾ ഉയർന്ന വേഗതയിലോ സഞ്ചരിക്കുന്ന വസ്തുക്കളുണ്ട്. അപ്പോൾ ഇവയെ ആഘാത തരംഗങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തരംഗങ്ങൾ മൂലം ഉണ്ടാകുന്ന, ഈ തരംഗങ്ങൾ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ശബ്ദം, ആ ശബ്ദത്തെ വിളിക്കുന്ന പേരാണ് സോണിക് ബൂം എന്ന് പറയുന്നത്. ഈ സൂപ്പർസോണിക് എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നതാണ് സൂപ്പർസോണിക്. ശബ്ദത്തിനൊരു സാധാരണ വേഗതയുണ്ട്, അതിനേക്കാൾ കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നതാണ് സൂപ്പർസോണിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂപ്പർസോണിക്കിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളാണ് ഈ പറയുന്ന ബുള്ളറ്റുകൾ, ജെറ്റ് വിമാനങ്ങൾ. അതായത് ബുള്ളറ്റുകളും ജെറ്റ് വിമാനങ്ങളും സാധാരണഗതിയിൽ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത് ഇപ്പം 0 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ 330 മീറ്റർ/സെക്കൻഡ് ആണ്. ഒരു 25 ആകുമ്പോൾ 346 മീറ്റർ/സെക്കൻഡ് വേഗതയിലായിരിക്കും ശബ്ദം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നത്. എന്നാൽ അതേസമയം ഈ ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളെയാണ്, അല്ലെങ്കിൽ ആ ശബ്ദത്തെ, ആ ഒരു രീതിയാണ്, ആ വേഗതയാണ് സൂപ്പർസോണിക് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ശബ്ദത്തേക്കാൾ ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളാണ് ഈ പറയുന്ന ജെറ്റ് വിമാനങ്ങൾ അല്ലെങ്കിൽ സൂപ്പർസോണിക് വിമാനങ്ങൾ, ബുള്ളറ്റുകൾ എന്ന് പറയുന്നത് അതിനേക്കാളും ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുന്ന ഉപകരണങ്ങളാണെന്ന് പറയാൻ പറ്റും. സൂപ്പർസോണിക് എയർക്രാഫ്റ്റുകൾ പുറപ്പെടുവിക്കുന്ന ഷോക്ക് വേവുകൾക്ക് ഗ്ലാസുകൾ തകർക്കാനും കെട്ടിടങ്ങൾക്ക് കേടുപാട് വരുത്താനുമുള്ള ഊർജ്ജമുണ്ട്. കാരണം ശബ്ദത്തേക്കാൾ ഉയർന്ന വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അവ എന്തായാലും അത്രയും വേഗതയിൽ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, അവിടെ ഒരു വേവ്സ് ഉണ്ടാവും, അവിടെ ഒരു ഷോക്ക് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഷോക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഷോക്ക് കാരണം ഈ പറയുന്ന ഗ്ലാസുകൾ തകരാനും അതുപോലെ തന്നെ ഗ്ലാസുകൾ തകർക്കാനും അതുപോലെ തന്നെ ഈ പറയുന്ന കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്താനും വരെ കഴിവുള്ള തരത്തിലുള്ളതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പല മാധ്യമങ്ങളിലൂടെ പല രീതിയിലാണ് എന്ത് കടന്നു പോകുന്നത്, ശബ്ദങ്ങൾ കടന്നു പോകുന്നത്. ശബ്ദം ഏറ്റവും വേഗതയിൽ കടന്നു പോകുന്ന അലുമിനിയത്തിലൂടെയാണ്. അലുമിനിയം, നിക്കൽ, സ്റ്റീൽ, ഇരുമ്പ്, പിച്ചള, ഗ്ലാസ്, അങ്ങനെ ഖരപദാർത്ഥത്തിലൂടെ കടന്നു പോകും. ദ്രാവകത്തിൽ ഇപ്പോൾ കടൽ വെള്ളത്തിലൂടെ ഏറ്റവും നന്നായിട്ട് കടന്നു പോകും, ഏറ്റവും വേഗതയിൽ കടന്നു പോകും. അതുപോലെ ശുദ്ധജലത്തിലൂടെ വേഗതയിൽ കടന്നു പോകും. അങ്ങനെ പല മീഡിയത്തിലൂടെ പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് പല വേഗതയിലാണ് ലൈറ്റ് എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. ഇനി അടുത്തത് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനമാണ്, അതായത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ് പറയുന്നത്. അതായത് ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിളായിട്ട് തട്ടി പ്രതിഫലിക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ശബ്ദം വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളിൽ തട്ടി ഇങ്ങനെ പ്രതിഫലിക്കുന്നുണ്ട്. അങ്ങനെ പ്രതിഫലിക്കുന്ന പ്രോസസ്സിനെയാണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം എന്ന് പറയുന്നത്. ഇപ്പം മെഗാഫോണുകളിൽ അല്ലെങ്കിൽ ഹോണുകളിൽ, സംഗീതോപകരണങ്ങളായിട്ടുള്ള ഡ്രംസ്, നാദസ്വരം, ടെലസ്കോപ്പുകൾ, അതുപോലെ സൗണ്ട് ബോർഡുകൾ, ഹോളുകളുടെ സീലിംഗ്സുകൾ വളച്ചു നിർമ്മിക്കുന്നതുമൊക്കെ ഈ ആവർത്തന പ്രതിപതനം എന്ന് പറയുന്ന സംഭവത്തെ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ്, പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ്. ഇനി ഈ ആവർത്തന പ്രതിബന്ധനത്തിന്റെ ഫലമായിട്ട് തുടർച്ചയായിട്ട് ശബ്ദം ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു റൂമിൽ കയറിയിട്ട് അവിടുത്തെ സീലിംഗ്സ്, അപ്പോൾ സീലിംഗ്സ് ഉണ്ടെങ്കിൽ ആ സീലിംഗ്സ് ഒന്നും ഒരു ഫർണിഷ്ഡ് ഒന്നും അല്ലാത്ത ഒരു റൂമിൽ കയറാണ്, ടൈറ്റ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഫർണിഷ്ഡ് ഒന്നും അല്ലാത്ത റൂമിൽ കയറുകയാണെങ്കിൽ അങ്ങനെ കയറുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്തരത്തിൽ ഫർണിഷ്ഡ് അല്ലാത്ത ഒരു സ്ഥലത്ത് കയറുമ്പോൾ അവിടെ ഈ പറയുന്ന ആവർത്തന പ്രതിപതനം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവിടെ എന്ത് ചെയ്യും, അവിടെ ഈ പറയുന്ന ലൈറ്റല്ല ഈ പറയുന്ന സൗണ്ട് പല സീലിംഗ്സിലെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ആവർത്തിച്ച് തട്ടുകയും തിരിച്ച് പ്രതിഫലിച്ച് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആവർത്തിച്ച് തട്ടി പ്രതിഫലിച്ച് വരുന്നതിൻ്റെ ഫലമായിട്ട് ഓരോ ഈ വരുന്ന എല്ലാ ലൈറ്റുകളും പരസ്പരം തുടർച്ചയായിട്ട് കൂട്ടിമുട്ടുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായിട്ട്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുഴക്കം നമുക്ക് അനുഭവപ്പെടുന്നു. ആ ഒരു മുഴക്കത്തെ പറയുന്ന പേരാണ് റിവർബ്രേഷൻ അഥവാ അനുരണനം എന്ന് പറയുന്നത്. റിവർബ്രേഷൻ അഥവാ അനുരണനം. അപ്പോൾ ഈ അനുരണനം അഥവാ റിവർബ്രേഷൻ ഉണ്ടാകുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കൊരു മുഴക്കം അനുഭവപ്പെടും. ഇപ്പോൾ തിയേറ്ററിലൊക്കെ പോയിട്ട് ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള റൂമുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്കൊരു മുഴക്കം മാത്രമേ അനുഭവപ്പെടുത്തുള്ളൂ. അപ്പോൾ ഈ മുഴക്കം മാറാൻ വേണ്ടിയിട്ട് ഫർണിഷ് ചെയ്യും. അതുപോലെ തന്നെ കർട്ടനും കുഷനുകളും ഒക്കെ ഇടും. പിന്നെ അതുപോലെ തന്നെ ശബ്ദത്തെ ആഗിരണം ചെയ്യുന്ന രീതിയിലുള്ള പദാർത്ഥങ്ങൾ വെക്കും. പിന്നെ സീലിംഗ്സുകളൊക്കെ, റൂഫിംഗ് ഒക്കെ കട്ടി കൂടുതൽ നിർമ്മിക്കും. അതുപോലെ കട്ടി കൂടിയ പായ, പരമ്പ് പോലുള്ള സംഭവങ്ങളൊക്കെ മുറിയിൽ വെക്കും. പിന്നെ വാതിലുകളും ജനലുകളും ഒക്കെ തുറന്നിടുകയൊക്കെ ചെയ്യും.
ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ആവർത്തന പ്രതിപതനം അവസാനിക്കും. അപ്പോൾ ആവർത്തന പ്രതിപതനം അവസാനിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അനുരണനം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ശബ്ദതരംഗങ്ങൾ വൃത്താകൃതിയിലുള്ള ചുവരുകളിൽ ആവർത്തന പ്രതിപതനത്തിന് വിധേയമാകുന്നത് എന്ന് 2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഈ പറയുന്ന ലണ്ടനിലെ സെന്റ് പോൾസ് കത്തീഡ്രലിലുള്ള മർമ്മര ഗോപുരം അതിനകത്ത് ഈ പറയുന്ന ആവർത്തന പ്രതിപതനത്തിന് വിധേയമാകാറുണ്ട്, വൃത്താകൃതിയിൽ ഇങ്ങനെ സഞ്ചരിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കർണാടകയിലെ ബിജാപൂരിലുള്ള ഗോൾഡ് ഗുംബസ് അതിലും ഈ പറയുന്ന ആവർത്തന പ്രതിപതനം വൃത്താകൃതിയിൽ സംഭവിക്കാറുണ്ട്. ശ്രവണസ്ഥിരത എന്ന് വെച്ചാൽ നമ്മളൊരു ശബ്ദം ചെവിയിലുണ്ടാക്കുന്ന ശ്രവണാനുഭവം 1/10 സെക്കൻഡ്, അതായത് 0.1 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കും. ആ ഒരു പ്രത്യേകതയാണ് ശ്രവണസ്ഥിരത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് ഒഡിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഉണ്ട്, അതായത് 1/16 സെക്കൻഡ് നമ്മുടെ കണ്ണിൽ നിൽക്കുന്നത് പോലെ ഇത് 1/10 സെക്കൻഡ് നമ്മൾ കേട്ടൊരു ശബ്ദം നമ്മുടെ ചെവിയിൽ എന്ത് ചെയ്യും, തങ്ങി നിൽക്കും. ആ ശബ്ദത്തിന് ശേഷമാണ് അടുത്ത ശബ്ദം വരുന്നതെങ്കിൽ നമുക്കതൊരു പ്രശ്നം വരത്തില്ല. പക്ഷേ 1/6 സെക്കൻഡിന് മുന്നേ തന്നെ, അതായത് 0.1 സെക്കൻഡിന് മുന്നേ തന്നെ അടുത്ത സൗണ്ട് നമുക്ക് കേൾക്കുവാണെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്ന് നമുക്ക് വ്യക്തമല്ലാത്ത രീതിയിലുള്ളൊരു സൗണ്ട് ആയിരിക്കും നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത്, അടുത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഈ പറയുന്ന ശബ്ദത്തിൻ്റെ പ്രതിധ്വനിയാണ്, അഥവാ എക്കോ എന്ന് പറയും. അപ്പോൾ ശബ്ദം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് തട്ടി തിരിച്ചു വരുന്ന ഒരു പ്രതിഭാസമാണ് എക്കോ അഥവാ പ്രതിധ്വനി എന്ന് പറയുന്നത്. അതായത് ആദ്യം ശബ്ദം ഒരു സോഴ്സിൽ നിന്ന് പുറപ്പെടുവിക്കുന്നു. അപ്പോൾ പുറപ്പെടുവിച്ച ശേഷം ആ ശബ്ദം അതേ സ്രോതസ്സിൽ തന്നെ, ആ ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം തന്നെ വീണ്ടും നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ ഒരു ശബ്ദം നമ്മൾ പുറപ്പെടുവിച്ചു, അത് നമ്മൾ കേട്ടു, അതേ ശബ്ദം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കേൾക്കുന്നതാണ് എക്കോ എന്ന് പറയുന്നത്. അതായത് ആ ശബ്ദം സഞ്ചരിച്ച് തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് ഈ പറയുന്ന പ്രതിധ്വനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ശബ്ദം ആദ്യ ശബ്ദം ശ്രവിച്ച ശേഷം അതേ ശബ്ദം തന്നെ പ്രതിധ്വനിച്ച് നമ്മൾ വീണ്ടും കേൾക്കുന്ന ആ ഒരു എഫക്റ്റിന് പറയുന്ന പേരാണ് പ്രതിധ്വനി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരാൾ കേട്ട ശബ്ദം 0.1 സെക്കൻഡ് സമയത്തേക്ക് അയാളുടെ ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 0.1 സെക്കൻഡിൽ അയാൾ അതേ ശബ്ദം തന്നെ വീണ്ടും കുറഞ്ഞ സമയത്തിൻ്റെ ഇടവേളകളിൽ വീണ്ടും കേൾക്കുന്ന രീതിയാണ് ഈ പറയുന്ന പ്രതിധ്വനി എന്ന് പറയുന്നത്. സ്രോതസ്സിൽ നിന്നുള്ള ശബ്ദതരംഗം പ്രതിപതന തലത്തിൽ തട്ടി തിരിച്ച് സ്രോതസ്സിലെത്തി പ്രതിധ്വനി സാധ്യമാക്കാൻ ഉണ്ടാകുന്ന ദൂരപരിധിയാണ് ഏകദേശം ആ ദൂരപരിധി എന്ന് പറഞ്ഞാൽ ഒരു തവണ ഇവിടുന്ന് ചെന്ന് അവിടെ ചെല്ലാനുള്ള ദൂരം എന്ന് പറയുന്നത് 17 ആണ്. അപ്പോൾ 17 മീറ്റർ അകലത്തിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അതായത് ഒരു സ്രോതസ്സിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ചു വരികയാണ്. ഒരു സ്രോതസ്സിൽ നിന്ന് മറ്റ് സ്ഥലം വരെയുള്ള അകലം എന്ന് പറയുന്നത് എത്രയാണ്? 17.2 ആണ്. ഇനി ഈ പറയുന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ വ്യക്തമായിട്ട് ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു കെട്ടിടങ്ങളെ പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പറയുന്ന ഒരു ശാസ്ത്രീയ ശാഖയ്ക്ക് പറയുന്ന പേരാണ് അക്യൂസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്യൂസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ചെവിക്കൂടയിൽ എത്തുന്ന ശബ്ദതരംഗങ്ങൾ കർണനാളത്തിലൂടെ കടന്നുപോയി ആദ്യം കമ്പനം ചെയ്യപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് കർണപടത്തെ കമ്പനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർണപടത്തിലുണ്ടാകുന്ന കമ്പനം അതിനോട് ചേർന്നിട്ടുള്ള 3 അസ്ഥി ശൃംഖലയുണ്ട്. മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്ന് പറയുന്ന അസ്ഥി ശൃംഖലയുണ്ട്. അപ്പോൾ ഈ പറയുന്ന മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്ന് പറയുന്ന അസ്ഥി ശൃംഖലയെ കമ്പനം ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ അസ്ഥി ശൃംഖലയോടൊപ്പം ഇരിക്കുന്ന ഓവൽ വിൻഡോയെ കമ്പനം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓവൽ വിൻഡോയിൽ കോക്ലിയ എന്ന് പറയുന്ന ഒരു ഭാഗം കാണപ്പെടുന്നു, ഒച്ചിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന കോക്ലിയ എന്ന് പറയുന്ന ഭാഗം കാണപ്പെടുന്നു. കോക്ലിയയിൽ എൻഡോലിംബും പെരിലിംബും എന്ന് പറയുന്ന 2 ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഈ കോക്ലിയയിൽ കാണപ്പെടുന്ന ഓർഗൻ ഓഫ് കോർട്ടിൽ കാണപ്പെടുന്ന കോക്ലിയ, ആ കോക്ലിയ കമ്പനം ചെയ്യപ്പെടുന്ന അതിലുള്ള ഓവൽ വിൻഡോ കമ്പനം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ശബ്ദം എന്ത് ചെയ്യപ്പെടുന്നത്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇനി കേൾവിക്കുറവുള്ളവർക്ക് കേൾവി അനുഭവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമുണ്ട്. അതിനെയാണ് ശ്രവണ സഹായി എന്ന് പറയുന്നത്. ഇപ്പോൾ മൈക്രോഫോൺ, ആംപ്ലിഫയർ, ലൗഡ് സ്പീക്കർ തുടങ്ങിയവ ശ്രവണ സഹായിയുടെ പ്രധാന ഭാഗങ്ങളാണ്. അപ്പോൾ ശബ്ദോർജ്ജത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റി ആ വൈദ്യുത സിഗ്നലിലൂടെ ഒരു ശ്രവണശേഷി തരുന്നതാണ് മൈക്രോഫോൺ ചെയ്യുന്നത്. വൈദ്യുത സിഗ്നലുകളെ ശക്തിപ്പെടുത്തുന്ന ഒരു സാധനമാണ്, അതിനകത്ത് തന്നെ ഉള്ളതാണ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അതിനെ ശക്തി കൂടിയ വൈദ്യുത സിഗ്നലുകളാക്കി ഉച്ചത കൂടിയ ശബ്ദമാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നത് ലൗഡ് സ്പീക്കറാണ്. ഓക്കെ, ശ്രവണ സഹായിക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വൈദ്യുതി നൽകുന്ന ഒരു ബാറ്ററി കൂടി ഈ സംവിധാനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് കേൾവിക്ക് പരിധിയുള്ള സൗണ്ട് എന്ന് പറയുന്നത് 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയുള്ള സൗണ്ടാണ്. അതായത് 20 കിലോ ഹെഡ്സ്, 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് അല്ലെങ്കിൽ 20,000 ഹെഡ്സ് വരെയുള്ള സൗണ്ടുകൾ, അതിനിടയിൽ വരുന്ന സൗണ്ടുകളാണ് മനുഷ്യന് കേൾവി സാധ്യമാകുന്ന സൗണ്ടുകൾ എന്ന് പറയുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ശ്രവണ പരിധി 25 കിലോ ഹെഡ്സ് വരെ, അതായത് കുറച്ചുകൂടി ചെറിയ സൗണ്ടുകൾ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ പറയുന്ന 10 ഹെഡ്സിൽ താഴെയുള്ള സൗണ്ടുകൾ, മനുഷ്യന് കേൾക്കാൻ സാധ്യമാകാത്ത 10 ഹെഡ്സിൽ താഴെയുള്ള സൗണ്ടുകളെ ഇൻഫ്രാസോണിക് സൗണ്ടുകൾ എന്നാണ് പറയുന്നത്. അത് ഈ പറയുന്ന മൃഗങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതായത് ഈ പറയുന്ന ഭൂകമ്പ തരംഗങ്ങൾ അതൊരു ഇൻഫ്രാസോണിക് സൗണ്ടുകളാണ്, അത് ഇവയ്ക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതേസമയം ഈ പറയുന്ന 20,000 കിലോ ഹെഡ്സിൽ മുകളിലുള്ള സൗണ്ടുകൾ അതിന് അൾട്രാസോണിക് സൗണ്ടുകളാണ്. അതും ഈ പറയുന്ന വവ്വാൽ പോലുള്ള
അവയ്ക്ക് കേൾക്കാനായിട്ട് പറ്റും. ഈ വവ്വാലുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവ അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കുന്നതാണ്. ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത് 20 ഹെർട്സിൽ താഴെയുള്ള ആവൃത്തിയുള്ള സൗണ്ടാണ് ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത്. കാണ്ടാമൃഗങ്ങൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നത് ഇൻഫ്രാസോണിക് സൗണ്ടാണ്. അതായത് അത് 5 ഹെർട്സിന് താഴെയാണ് ചെയ്യുന്നത്. ആന, തിമിംഗലം എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗവും ഇൻഫ്രാസോണിക് ആണ്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള ശബ്ദതരംഗങ്ങളും ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് മനുഷ്യന് കേൾക്കാൻ പറ്റത്തില്ല. അൾട്രാസോണിക് സൗണ്ട് എന്ന് വെച്ചാൽ 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള സൗണ്ടുകളെയാണ് അൾട്രാസോണിക് സൗണ്ടുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പം ഡോൾഫിൻ, വവ്വാലുകൾ എന്നിവ ആശയവിനിമയം നടത്തുന്നത് ഈ പറയുന്ന അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിച്ചുകൊണ്ടാണ്. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുന്നത് ഈ പറയുന്ന അൾട്രാസോണിക് സ്കാൻ ഉപയോഗിച്ചാണ്. അതായത് അവിടെ അൾട്രാസോണിക് സൗണ്ടുകളുടെ കമ്പനം ഉപയോഗപ്പെടുത്തിയാണ് അൾട്രാസോണിക് സ്കാനുകൾ എടുക്കുന്നത്. അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും അത് പുറപ്പെടുവിക്കാനും അത് കേൾക്കാനും സാധിക്കുന്ന ഒരു ജീവി എന്ന് പറയുന്നത് വവ്വാലുകളാണ്. സർപ്പിൾ ആകൃതിയുള്ള കുഴലുകൾ, അതായത് സ്പൈറൽ ട്യൂബുകൾ, നിയതമായ ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഈ പറയുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വൃത്തിയാക്കാനായിട്ട് പറ്റും. മനുഷ്യന് കേൾക്കാൻ കഴിയാത്തതും നായകൾക്ക് കേൾക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ശബ്ദം എന്ന് പറയുന്നത് ഗോൾഡൻ വിസിലിൻ്റെ ശബ്ദമാണ്. അപ്പോൾ മനുഷ്യന് കേൾക്കാൻ കഴിയാത്തതും നായകൾക്ക് കേൾക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ശബ്ദത്തിൻ്റെ ആ ഒരു പരിധിയാണ് ഗോൾഡൻ വിസിലിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. ഈ പറയുന്ന ഗോൾഡൻ വിസിലിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിൻ്റെ ഏകദേശ ആവൃത്തി എന്ന് പറയുന്നത് 30,000 ഹെർട്സ് ആണ്. 30,000 ഹെർട്സ് ആവൃത്തിയാണ് ഗോൾഡൻ വിസിലിൻ്റെ ശബ്ദം. ആ ഗോൾഡൻ വിസിലിൻ്റെ ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ പറയുന്ന നായകൾക്കും മറ്റും കേൾക്കാൻ കഴിയുന്ന ശബ്ദമാണ് ഗോൾഡൻ വിസിലിൻ്റെ ശബ്ദം. വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്ന തരങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ. വൈദ്യശാസ്ത്രത്തിലെ രോഗനിർണ്ണയത്തിനും ചികിത്സയ്ക്കും അൾട്രാസോണിക് തരംഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. പൊട്ടലുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. ഇനി എക്കോ കാർഡിയോഗ്രാഫിൽ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്, ഹൃദയത്തിൻ്റെ പിക്ചർ എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചാണ് വൃക്ക, കരൾ, പിത്തസഞ്ചി, അതുപോലെ ഗർഭപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ ചിത്രം എടുക്കാനും അവയുടെ തകരാറുകൾ കണ്ടെത്താനും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന കിഡ്നി സ്റ്റോൺ പൊടിച്ചു കളയാൻ വേണ്ടിയിട്ടും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. വവ്വാലുകൾ ഇര പിടിക്കുന്നതും പറന്ന് സഞ്ചരിക്കുന്നതും അൾട്രാസോണിക് സൗണ്ടുകൾ പുറപ്പെടുവിച്ചാണ്. ഇനി അതുപോലെ പെർപോയിസുകൾ, അതായത് ഇരുട്ടിൽ ദിശ അറിയാനും ഭക്ഷണ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയാനും സഹായിക്കുന്ന സൗണ്ടും ഈ പറയുന്ന അൾട്രാസോണിക് സൗണ്ടാണ്. ഇനി സോണാർ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ സോണാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ജലത്തിന് അടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ആ തടസ്സമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അൾട്രാസോണിക് തരംഗങ്ങൾ പുറപ്പെടുവിക്കുകയും ഈ അൾട്രാസോണിക് തരംഗങ്ങൾ സഞ്ചരിച്ച് ആ ദിശ മനസ്സിലാക്കും, വേഗത മനസ്സിലാക്കി അകലമൊക്കെ മനസ്സിലാക്കി തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ സൗണ്ട് പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഉപകരണമാണ് സോണാർ എന്ന് പറയുന്നത്. സോണാറിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നുള്ളതാണ് സോണാറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇപ്പം കടലിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കടലിനുള്ളിലെ കുന്നുകളുണ്ടോ, താഴ്വരകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അന്തർവാഹിനികളുണ്ടോ, മഞ്ഞ് കപ്പലുകളുണ്ടോ, പിന്നെ പണ്ടെപ്പോഴെങ്കിലും മുങ്ങിപ്പോയ കപ്പലുകൾ എന്തെങ്കിലും ഉണ്ടോ, അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന സോണാർ സംവിധാനം ഉപയോഗിക്കും. അതായത് സോണാർ ഈ അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കും. അപ്പോൾ അത് പോയി ഏതെങ്കിലും തടസ്സത്തിൽ തട്ടി തിരിച്ചു വരുമ്പോൾ ആ തിരിച്ചു വരുന്ന സമയം കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അകലം നമുക്ക് മനസ്സിലാക്കാം, അത് ഏത് ദിശയിലാണ് ഇരിക്കുന്നത്, എത്ര വേഗതയിലാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ട്രാൻസ്മിറ്റർ പുറപ്പെടുവിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ ജലത്തിനടിയിലെ വസ്തുവിൽ തട്ടി പ്രതിഫലിച്ചിട്ടാണ് നമ്മൾ ഡിറ്റക്ടറിൽ എത്തുമ്പോൾ ആ സിഗ്നലുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോണാറിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്, അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിറ്റക്ടർ കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ ജലത്തിലെ ശബ്ദത്തിൻ്റെ വേഗത വിയും ശബ്ദം തട്ടി പ്രതിഫലിച്ച് തിരിച്ചു വരാൻ എടുക്കുന്ന ടൈം ടിയു ആണെങ്കിൽ നമുക്ക് ദൂരം കണ്ടെത്താൻ വേണ്ടിയിട്ട് 2D = T × V ആണ്. അതായത് ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. അതെന്തായാലും നമുക്കറിയാലോ, വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അത് പോയി തിരിച്ചു വരേണ്ടത്. അപ്പോൾ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്താണ് 2D, ഡിസ്റ്റൻസ് 2D ആണ്. അപ്പോൾ 2D = V × T. അതായത് പോകുന്ന വെലോസിറ്റി നമുക്കറിയാം, അത് പോയി തിരിച്ചു വരുമ്പോൾ ഉള്ള ടൈം പീരീഡും നമുക്ക് ടൈമും കിട്ടി. അങ്ങനെയാണെങ്കിൽ 2D = V × T, അതായത് D = V/T വെച്ചിട്ട് എത്ര അകലത്തിലാണ് ആ വസ്തു എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള രീതി അറിയപ്പെടുന്നത് എക്കോ റേഞ്ചിങ് ആണ്. എക്കോ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ പ്രതിധ്വനിയാണ്. പ്രതിധ്വനി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് തട്ടി തിരിച്ചു വരുന്നതാണ്. എക്കോ ഉണ്ടാവാൻ വേണ്ട മിനിമം ദൂരം എത്രയാണ്, ആ സ്രോതസ്സും ആ തടസ്സവും തമ്മിലുള്ള മിനിമം ദൂരം 17 മീറ്റർ, അത്രയും മീറ്റർ ഉണ്ടായിരിക്കണം. സോണാർ സംവിധാനം ഉപയോഗിക്കുന്ന ഗതാഗത രംഗം എന്ന് പറഞ്ഞാൽ കപ്പലുകളിലാണ്. സാധാരണഗതിയിൽ സമുദ്രത്തിലാണ് ഈ പറയുന്ന സമുദ്ര നാവിഗേഷൻസുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സോണാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ പൊതുവേ ഈ പറയുന്ന സോണാർ സംവിധാനം ഉപയോഗിക്കുന്ന ഗതാഗത മാർഗ്ഗം അല്ലെങ്കിൽ ഗതാഗത സംവിധാനം എന്ന് പറയുന്നത് കപ്പൽ ഗതാഗതമാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്, സോണാർ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ 2D = V × T ആണ്. ഇക്വേഷൻ V എന്ന് പറയുന്നത് വെലോസിറ്റി, T ടൈമാണ്, D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്. അല്ലെങ്കിലും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വെലോസിറ്റി ഇൻറ്റു ടൈമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് 2D ആയെന്ന് മാത്രമേ ഉള്ളൂ. തട്ടി തിരിച്ചു വരാൻ എടുക്കുന്ന ഒരു സമയം കൂടി കണക്കാക്കിയെന്നേ ഉള്ളൂ.